ഞാൻ പറയട്ടെ ഇവിടെ ഈ കോട്ടയത്ത് 100% ഫ്രാൻസിസ് ജോർജ് ഓളി ജയിക്കുകയുള്ളൂ. UDF നിൽക്കാത്തവർ അവിടെ ഉണ്ടോ? UDF-ലും LDF-ലും മാറി മാറി നിൽക്കാത്തവർ അപ്പുറം ഇപ്പുറം ഉണ്ടോ? ഇല്ലല്ലോ. രാഷ്ട്രീയത്തിൽ അങ്ങനെയാണ്. വലിയ സ്ഥിര സ്വഭാവമൊന്നുമില്ല. അത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. എത്ര കോൺഗ്രസ്സുകാർ BJP-യിലേക്ക് പോയി? വെറും മെമ്പർമാരല്ല. പിന്നെ ബംഗാളി CPM പോയില്ലേ? ഒറ്റ MLA കിട്ടിയോ? നിങ്ങൾക്ക് ബംഗാളി തിരുപ്പുര കിട്ടിയോ? ചോദിക്ക്. ബംഗാളി തിരുപ്പുര കിട്ടിയോ? നിങ്ങൾക്ക് ഒറ്റ ഒരെണ്ണം ഇല്ല. ആ അത് പറ നിങ്ങള്. കോട്ടയത്ത് ജയിച്ചൊരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ. അതുകൊണ്ട് കോട്ടയം മാറി ചിന്തിക്കുന്നില്ല. കോട്ടയത്ത് ജയിച്ചൊരു സ്ഥാനാർത്ഥിയുണ്ട്. കോട്ടയംകാരൻ തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭയിൽ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ളതിൽ 100% വിജയം നേടിയൊരു സ്ഥാനാർത്ഥിയാണ്. വികസന പ്രവർത്തനങ്ങളിൽ ഇവിടെ ഈ കേരള സർക്കാരിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ആരാണ്? ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ ഈ സർക്കാരിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ആരാണ്? ഇല്ല 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 ഇല്ല. സാധാരണക്കാരുടെ ശമ്പളം കുറയ്ക്കുന്നു, പെൻഷൻ കിട്ടുന്നില്ല, റേഷൻ കടയിൽ പോകുമ്പോൾ സാധനങ്ങൾ കിട്ടുന്നില്ല. ആർക്കാണ് പെൻഷൻ കിട്ടാത്തത്? അതിനെന്ത് മറുപടി സർക്കാർ കൊടുക്കും? എന്താണ് സർക്കാർ അതിനെ മറുപടി കൃത്യമായിട്ട് കൊടുക്കും. അതിന് കഴിവുള്ള സർക്കാരാണ് ഇവിടെ. അല്ല ഞാനോ മറ്റേ ഇവിടുത്തെ പബ്ലിക്കോ അല്ലല്ലോ സർക്കാരിന് വേണ്ടി വർത്തമാനം പറയേണ്ടത്. നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട്? അത് പറയൂ. ഈ സർക്കാർ അല്ല ഞാൻ ചോദിക്കുന്നത് ഈ സർക്കാർ ഇരിക്കുന്നതുകൊണ്ട് അല്ല പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്ല കമ്മ്യൂണിസ്റ്റ്. അപ്പം ഞാൻ കമ്മ്യൂണിസ്റ്റ് മൈൻഡുകാരനല്ല. ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്ന ആളാണ്. കോട്ടയത്തിൽ ആര് പിടിക്കുമെന്നാണ് പറയുന്നത്? ഇവിടെ കോട്ടയത്ത് LDF പിടിക്കുകയില്ല, ഒരു കാരണവശാലും പിടിക്കുകയില്ല. ഇവിടെ UDF കഴിഞ്ഞ തവണ PC തോമസിനെ കൊണ്ട് നിർത്തിയല്ലോ. NDF സ്ഥാനാർത്ഥി PC തോമസ്. പിന്നെ എന്തിനാണ് അവിടുന്ന് അയാൾ പിന്നെ ഈ UDF പോയത്? UDF പോയല്ലോ. NDAക്ക് കേരളത്തിൽ ഒരു സീറ്റ് കിട്ടാൻ ഇപ്പോഴും സാധ്യതയില്ല. NDAക്ക് അപ്പൊ PC തോമസ് അല്ല, സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും കോട്ടയം ജില്ലയിൽ നിന്ന് വരച്ച സീറ്റ് കിട്ടാൻ പോകുന്നില്ല. കാരണം ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം, മതസാഹചര്യം, പിന്നെ ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം റബ്ബറിന്റെ വിലയുടെ ഒരു പ്രധാനം വരെ റബ്ബർ കർഷകരെ ബാധിക്കും. പക്ഷെ എന്റെ ഒരു അഭിപ്രായം അത് വലിയ മാറ്റം വരാൻ പോകല. ഇയാള് തോമസ് ചാഴികാടൻ തന്നെ അല്ല. ഇതിന്റെ അകത്ത് കാട്ടുമൃഗങ്ങൾ മനുഷ്യനെ കൊല്ലുന്നു. ഈ 10 ലക്ഷം കൊടുക്കുന്ന 50,000 കൊടുക്കുന്നു. ഇന്നലെ പത്രത്തിൽ ഉണ്ടായിരുന്നു 50,000 കൊടുത്താൽ വളരെ ഉണ്ടായിരുന്നു. ഇന്നും കാട്ടുമൃഗങ്ങൾ കൊല്ലുന്നു. ഇതിന് ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല. കാട്ടുമൃഗം കൊല്ലണം. ഇതിനെ ഉത്തരവിക്കുന്ന നിയമം കൊണ്ടുവന്നാരാന്നറിയോ? ഇതിനെ കൊണ്ടുവന്നാരാ മേനകാന്തിയാ കൊണ്ടുവന്നത്. അല്ല ഒന്നിനെ കൊല്ലരുത്. കോട്ടയത്തെ സംബന്ധിച്ച് ഈ ഒരു സർക്കാരിന്റെ ജനനയങ്ങൾക്കെതിരെ ശക്തമായിട്ടാണ് ആളുകൾ പ്രതികരിക്കുന്നത്. എനിക്ക് തോന്നിയിട്ടില്ല സുഹൃത്തെ. എല്ലാ ദിവസവും പട്ടണത്തിൽ വരുന്ന ആൾ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ആൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ടാവും. കോടിക്കണക്കിന് രൂപ സർക്കാർ ചെലവഴിക്കുമ്പോൾ ഇത് ശരിക്കും ജനങ്ങൾക്ക് ഒരു നേട്ടം ഉണ്ടായിട്ടില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത്. അതല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറയട്ടെ. കോട്ടയത്ത് ഇവിടെ LDF-ന്റെ സ്ഥാനാർത്ഥി തന്നെ ജയിക്കുക യാതൊരു മാറ്റവും ഇല്ലെന്ന്. മാറേണ്ട കാര്യമില്ല. കാരണം മീഡിയാസ് അല്ല ഈ ഗവൺമെന്റിനെതിരാണ്. പക്ഷേ ഇപ്പൊ സോഷ്യൽ മീഡിയ സജീവമായതുകൊണ്ട് അവർ കൃത്യമായിട്ട് ഞങ്ങൾ വേണ്ടത് അതുകൊണ്ട് തോമസ് ചാഴിക്കാരനേക്കാൾ ഉപരി ഞാൻ പറയട്ടെ തോമസ് ചാഴിക്കാരനേക്കാൾ ഉപരി കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ ജയിച്ചു വരാൻ പോകുന്ന LDF ആണ്. അത് ഈ സ്ഥാനാർത്ഥി ആയിക്കോട്ടെ LDF ആണ്. തോമസ് ചാഴിക്കാരനായിരിക്കാം, അയാളൊരു പ്രതിനിധി മാത്രമേ ഉള്ളൂ. LDF ജയിക്കും. കാരണം അതുപോലുള്ള ആയിക്കോട്ടെ. രാഷ്ട്രീയത്തിൽ അങ്ങനെയാണ്. വലിയ സ്ഥിര സ്വഭാവമൊന്നുമില്ല. അത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. എത്ര കോൺഗ്രസ്സുകാർ BJP-യിലേക്ക് പോയി? വെറും മെമ്പർമാരല്ല. പിന്നെ ബംഗാളി CPM പോയില്ലേ? ഒറ്റ MLA കിട്ടിയോ? നിങ്ങൾക്ക് ബംഗാളി തിരുപ്പുര കിട്ടിയോ? ചോദിക്ക്. ബംഗാളി തിരുപ്പുര കിട്ടിയോ? നിങ്ങൾക്ക് ഒറ്റ ഒരെണ്ണം ഇല്ല. അത് പറ നിങ്ങള്. എന്നാ മാറും? ബംഗാളി കിട്ടി, ത്രിപുര കിട്ടി, ഒന്നുമില്ല. നിങ്ങള് 57 ഇവിടെ ലോകമെമ്പാടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടായിട്ട് ഇലക്ഷനിൽ
EMS നമ്പൂരിപ്പാടാണ് ഇവിടെ ജയിച്ചത് ലോകത്തിൽ. ബാക്കി വിപ്ലവമായിരുന്നു നടന്നത്. ഇല്ല സുഹൃത്തെ, നിങ്ങൾ എത്ര കുത്തി തിരിച്ചാലും പത്രക്കാർ എത്ര കുത്തി തിരിച്ചാലും ഞങ്ങൾ പറയുന്നു ഇവിടെ സോഷ്യൽ മീഡിയ സജീവമാണ്, അപ്ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കേന്ദ്രം തടഞ്ഞു വെച്ച 1360 കോടി അല്ലെ 1300 കോടി രൂപ കേരളത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീം കോടതിയാണ് വിധിച്ചത്. അല്ല നമ്മളാരുമല്ല. ഇവരെന്താ പറഞ്ഞ് കേസ് പിൻവലിച്ചിട്ട് വാ, അല്ലെ പരാതി പിൻവലിച്ചിട്ട് വാ കേട്ടോ. സുഹൃത്തെ ഞാനൊരു കാര്യം പറയാം, പിന്നെ ചുമ്മാ സാധനങ്ങളില്ല, റേഷൻ കടയിൽ സാധനങ്ങളില്ല, ആശുപത്രികളിൽ മരുന്നില്ല. ജനങ്ങൾ പോകുമ്പോൾ അനുഭവിക്കുന്ന ജനങ്ങൾ നിങ്ങളല്ലേ, നിങ്ങൾക്ക് ആശുപത്രി വരെ പോയിരുന്നു, ജനങ്ങൾ പോയി പരിശോധിക്കുന്നു. ജനങ്ങൾ എന്ന് പറയുന്നത് ഞാനും നിങ്ങൾ അടക്കുന്നവരാണ്. അവരുടെയും പൈസ എടുത്തല്ലേ ഇവിടെ ശമ്പളം കൊടുക്കുന്ന പെൻഷൻ കൊടുക്കുന്നത്. 1200 രൂപ കൊടുക്കുന്നുണ്ടോ? എനിക്ക് നിങ്ങളോടല്ല പറയണ്ടത്, എനിക്ക് മീഡിയാസിനോട് പറയുക. അവർ ചോദിച്ചു, നിങ്ങളെന്നെ വിളിച്ചില്ല, അവർ ചോദിച്ചു, ഞാൻ മറുപടി പറയുന്നു. നിങ്ങൾ പത്രക്കാർ മുഴുവനും ചാനലുകാർ മുഴുവനും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ ശത്രുവാണെന്ന് പറഞ്ഞു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ നിങ്ങളെപ്പോലുള്ള ആളുകൾ ഈ മൈക്കും പിടിച്ചുകൊണ്ട് കോളേജ് ക്യാമ്പസിൽ പോയപ്പോൾ പിള്ളേരെന്താ പറയുന്നത് നിങ്ങളും കാണുന്നുണ്ടല്ലോ. രാഷ്ട്രീയവും ജനങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ ഇടതുപക്ഷ നിങ്ങൾ എന്നാ വേലത്തിനുള്ളിയാലും ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും. അത് പ്രവചിക്കാമെന്ന് എനിക്ക് എഴുതില്ല. എന്നാലും ഭൂരിപക്ഷത്തിന് അടുത്ത 10-ൽ കൂടുതൽ സീറ്റുമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചു വരുമ്പോൾ പാർലമെന്റിൽ പോയി കളിക്കാവുന്ന പറഞ്ഞത്. ഇതൊക്കെ കാണണം കേട്ടോ. നിങ്ങളുടെ എംപിമാർ പറയുന്ന ഞങ്ങൾ അങ്ങോട്ട് പാർലമെന്റിൽ പോയി കളിക്കാവുന്നു. പക്ഷെ അങ്ങനെയല്ല ഞങ്ങളെ മനസ്സിലായോ? എന്തായാലും കോട്ടയം നഗരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലും ചൂടിലുമാണ്. നമുക്ക് ഓരോ ദിവസങ്ങളും ജനങ്ങളുടെ ഓരോ പ്രതികരണങ്ങളും കണ്ട് അറിയേണ്ടതുണ്ട്.